Greenlives coaching and training solution. കേരളത്തില് അല്ല ഇന്ത്യയില് ഓൾമോസ്റ്റ് ഓൾ ഓവർ വേൾഡില് 85% ബിസിനസ്സും 5 കൊല്ലം കൊണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. 85% ബിസിനസ്സും 5 കൊല്ലം കൊണ്ട് ഓൾ ഓവർ വേൾഡിലെ കണക്കാണ്. ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, കേരളത്തിലും അല്ല. അപ്പോൾ ബിസിനസ്സുകാരനാവുക എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ കളിയല്ല, അതൊരു വലിയ കളിയാണ്. ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഫിലിം ഫീൽഡിലേക്ക് പോകുമ്പോൾ ഭയങ്കര ആവേശകരം. ആകെ ഫിലിം ഫീൽഡിൽ പൈസ ഉണ്ടാക്കി ആകെ 10 നടന്മാരുണ്ടാവുള്ളൂ. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ദിലീപ്, ഇങ്ങനെ കുറച്ചൊക്കെ എണ്ണി കഴിഞ്ഞാൽ 10 ആളെ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പട്ടിണിക്കാരം. ഈവൻ കൊച്ചി ഹനീഫ് പോലും എന്താണ് എത്ര സിനിമയിൽ അഭിനയിച്ചാളാ അല്ലേ, മരണപ്പെട്ടപ്പോൾ ആൾക്ക് ഫണ്ടില്ല. ഇത് കാണുന്ന ആൾക്കാർ എന്താ ചെയ്യുക, മമ്മൂട്ടിൻ്റെ കാർ കണ്ടിട്ടേക്കാരം അതിലേക്ക് ഫിലിം ഫീൽഡിലേക്ക് പോവുക. ഇതേപോലെയാണ് ബിസിനസ്സുകാരുടെ അവസ്ഥ. ഒരു എം.എ. യൂസുഫലിനെയും ഒരു കൊച്ചോസഫിനെ കണ്ടിട്ടൊക്കെ എന്താ ഒരിക്കലും എടുത്ത് ചാടും. പക്ഷെ ബാക്കിയുള്ള മഹാഭൂരിപക്ഷം എന്തേക്കാരം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഡിക്ലൈനിങ്ങിലേക്ക് പോകും. ഇത് ഞാൻ പറഞ്ഞത് ഫാക്റ്റാണ്. 85%. അതുകൊണ്ടാണ് ഞാൻ IIM വർക്ക്ഷോപ്പിന് പോയ സമയത്ത് ഒരൊറ്റ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരൊറ്റ ആൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നില്ല. 1% പോലും തുടങ്ങുന്നില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് IIM പഠിച്ചിറങ്ങുന്ന 1% ആളുകളെ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നുള്ളൂ. ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇവന്മാർക്ക് പൈസ കൊടുത്തിട്ടും തയ്യാറാണില്ല. ആദ്യം ഇവർക്ക് ഒന്നാമത് 2 കാരണമാണ്. ഒന്നാമത് ഇവർ പഠിച്ചിറങ്ങി ഒന്നാമത്തെ ദിവസം മുതൽ ലോൺ അടക്കണം. 40 ലക്ഷം രൂപ ലോൺ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് മാസം ഏകദേശം 40,000 രൂപ വെച്ച് അടച്ചു പോകണം. 25-30 ലക്ഷം ലോൺ ഉണ്ടാവും. അപ്പോൾ എന്താണ്, ഇവർക്ക് ഈ ലോൺ അടക്കണം. അപ്പോൾ അതെന്താ, സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ലോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടു. ഒരു 1 lakh കൊടുക്കാൻ തീരുമാനിച്ചു ഇവർക്ക് ഒരു നിശ്ചിത സമയത്ത്. എന്നിട്ടും തയ്യാറാവണില്ല. കാരണം എന്താണ്, റിസ്ക്കാണ്. ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കുകയാണെങ്കിൽ ഒരുപാട് റിസ്കുകളുണ്ട്. ആ റിസ്ക് എടുക്കാൻ ഇവർ തയ്യാറല്ല. ഇവർ മാനേജ്മെന്റ് സ്റ്റുഡൻ്റാണ്. ഓൺട്രപ്രണർക്ക് മാത്രം റിസ്ക് എടുക്കാൻ കഴിയുള്ളൂ. അതാണ് ഓൺട്രപ്രണറുടെ കഴിവ്. ഒരു ബിസിനസ്സുകാരൻ്റെ മാത്രം കഴിവാണെന്ത്, റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി. അതൊരിക്കലും നിങ്ങളെ സ്ഥാപനത്തിലെ എംപ്ലോയീസ് എടുക്കില്ല. അതുകൊണ്ടാണോ എംപ്ലോയി ആയത്. നിങ്ങൾ റിസ്ക് എടുത്തോണ്ടാണ് നിങ്ങൾ ബിസിനസ്സുകാരനായത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് കയറണം, തിരിച്ചിങ്ങോട്ട് കയറ്റണം ബിസിനസ്സിനെ. ഇല്ലെങ്കിൽ തകരും. നമ്മൾ അവിടെ റെസ്റ്റ് എടുക്കരുത്. നമ്മൾ ഗ്രോത്ത് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചാണല്ലോ. അപ്പോൾ തിരിച്ചു എന്ത് ചെയ്യണം, നമ്മൾ ഗ്രോത്ത് സ്റ്റേജിലേക്ക് തിരിച്ച് ബിസിനസ്സിനെ തിരിച്ച് കയറ്റണം. സ്റ്റെബിലൈസ്ഡ് സ്റ്റേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോത്ത് സ്റ്റേജിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ലീഡർഷിപ്പ് അപ്ഡേറ്റ് ചെയ്യണം. കാരണം ബിസിനസ്സിൽ ക്യാപിറ്റൽ ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്രോസസ് ഉണ്ട്, പീപ്പിൾ ഉണ്ട്, പ്രൈസ് ഉണ്ട്. ബിസിനസ് ഓടൂല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു സാധനമുണ്ട്. അതാണ് ലീഡർഷിപ്പ്. ഇതെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. കപ്പിത്താന് എങ്ങട്ടാ കപ്പൽ പോകണ അറിയില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. കപ്പിത്താൻ അറിയണത് എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നില്ല. ഈ കപ്പൽ എവിടെ പോകണമെന്നില്ല കപ്പിത്താനല്ല തീരുമാനിക്കണേ. ആർക്കറിയില്ലെങ്കിൽ പിന്നെ ആർക്കറിയാം. ക്ലിയർ? ഇതൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, ലീഡർ വേണം. എന്നാൽ ആലോചിച്ച് നോക്കൂ, നമുക്ക് ലുലു എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ആരെ, യൂസുഫ് അലി സാഹിബിനാണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആരാണ്, ബിൽ ഗേറ്റ്സ് വരുന്നില്ലേ? ഓക്കെ, നിങ്ങൾ ഇത് പറയാണ്, ഫോർ എക്സാമ്പിൾ പിന്നെ ആപ്പിൾ പറയാണ്, മാക്ക് പറയാണ്, ഐഫോൺ എന്ന് പറയണം. അപ്പം ആരാ ഓർമ്മ വരുന്നേ? സ്റ്റീവ് ജോബ്സ്. വി ഗാർഡ് എന്ന് പറയുമ്പോൾ ആരാ വരുന്നേ? ചിറ്റിലപ്പള്ളി. കാരണം എന്താ, ആ ലീഡറും ആ ബ്രാൻഡും ഒരേപോലെ വളർന്നതാണ് അല്ലേ? ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് നമുക്ക് പറയുമ്പോൾ ഒപ്പം ആരും വരുന്നുണ്ട്. റിലയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആര് വരുന്നുണ്ട്? മുകേഷ് അംബാനി വരുന്നുണ്ട്, അല്ലെങ്കിൽ ധീരുഭായ് അംബാനി വരുന്നുണ്ട്. എന്താണ്, ആ കമ്പനി ഉണ്ടാക്കിയത് ആരാണ്? ധീരുഭായ് അംബാനി. അംബാനി ഇല്ലെങ്കിൽ റിലയൻസ് ഇല്ല, യൂസുഫ് അലി സാഹിബ് ഇല്ലെങ്കിൽ ലുലു ഇല്ല, ബിൽ ഗേറ്റ്സ് ഇല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇല്ല.
അതല്ലെങ്കിൽ ആ സ്റ്റീവ് ജോബ്സ് ഇല്ലെങ്കിൽ ആപ്പിൾ ഇല്ല. സ്റ്റീവ് ജോബ്സിന് എടുത്ത് പുറത്ത് കിട്ടിയ ആപ്പിളിൻ്റെ കഥ കഴിഞ്ഞ്. കാരണം സ്റ്റീവ് ജോബ്സ് ഇല്ലെങ്കിൽ ആപ്പിൾ, അത് അയാളെ തലയിലാണ് ബിസിനസ്. അപ്പോൾ സുഹൃത്തുക്കളെ, HR മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ഫിനാൻസ് എല്ലാം ശരിയായിട്ടും കാര്യമില്ല. സ്ട്രാറ്റജി വേണം. സ്ട്രാറ്റജി ഇവിടുന്ന് ഉണ്ടാവുക. HR മാർക്കറ്റിംഗ് ഫിനാൻസും ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. സ്ട്രാറ്റജി വേണ്ട, അത് തന്ത്രം വേണ്ട, ഇത് കൊണ്ടുപോകണ്ടേ. ഇത് കൊണ്ടുപോകാൻ ആര് പറയുന്ന, ആരെ ബ്രെയിനാ വരുന്നത്? ലീഡർ ബ്രെയിനാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓൺട്രപ്രണർ ആണ്. സോ ഇതൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല. എന്തും കൂടി വേണം, ലീഡർഷിപ്പ് വേണം. Greenlives Coaching and Training Solution. For more updates, subscribe our channel or visit our website mujeebgreenlives.com, or like our page Facebook/Mujeebgreenlives, or you can WhatsApp to 9995142164.